അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1521, സൂറത്തുൽ ഇസ്റാ 105 മുതൽ 109 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിൽ ഹഖ് അൻസൽനാഹു വബിൽ ഹഖ് നസൽ وما أرسلناك إلا مبشرا ونذيرا وقرآنا فرقناه لتقرأه على الناس على مكث ونزلناه تنزيلا قل آمنوا به أو لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وبالحق أنزلناه. സത്യസമേതം തന്നെയാണ് ഖുർആനിനെ നാം അവതരിപ്പിച്ചത്. വബിൽ ഹഖ് നസല. അത് അവതരിച്ചതും സത്യസമേതം തന്നെ. വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. തങ്ങളെ നാം പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നത് സജ്ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവരും ദുർജനങ്ങളെ താക്കീത് ചെയ്യുന്നവരും ആയിക്കൊണ്ട് മാത്രമാണ്. വഖുർആനൻ ഫറഖനാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീല. ഖുർആൻ സാവധാനത്തിൽ ജനങ്ങൾക്ക് തങ്ങൾ ഓതിക്കൊടുക്കുവാനായി നാം പല ഘട്ടങ്ങളിലായി അതിനെ വേർതിരിക്കുകയും അല്പാൽപമായി അവതരിപ്പിക്കുകയും ചെയ്തു. ഖുൽ, നബി അങ്ങ് പറയുക, ആമിനു ബിഹി ഔ ലാ തുഅ്മിനു. നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളുക. ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി. ഈ ഖുർആൻ വരുന്നതിന് മുമ്പ് തന്നെ ജ്ഞാനം നൽകപ്പെട്ടിരുന്ന ആളുകൾ, ഇദാ യുത്ലാ അലൈഹിം, അവരുടെ മേലിൽ ഖുർആൻ ഓതിക്കൊടുത്താൽ, യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ, അവർ മുഖം കുത്തി സാഷ്ടാംഗം ചെയ്യുന്നവരായി നിലത്ത് വീഴും. വയഖൂലൂന, അവർ പറയുകയും ചെയ്യും, സുബ്ഹാന റബ്ബിന, നമ്മുടെ രക്ഷിതാവ് പരിശുദ്ധനാകുന്നു. ഇൻകാന വഅദു റബ്ബിന ലമഫ്ഊല, നമ്മുടെ രക്ഷിതാവിന്റെ വാഗ്ദാനം നടപ്പിൽ വരുന്നത് തന്നെയാകുന്നു എന്ന്. വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ, അവർ കരഞ്ഞുകൊണ്ട് നിലത്ത് വീഴുന്നതും വയസീദുഹും ഖുശൂഅ, പരിശുദ്ധ ഖുർആന്റെ ശ്രവണം അവർക്ക് വിനയം വർദ്ധിപ്പിക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിന്റെ വലിയ മഹത്വവും പ്രത്യേകതയും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, യഖൂലു തആല മുഖ്ബിറൻ അൻ കിതാബിഹിൽ അസീസ്, തന്റെ മഹത്തായ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുകയാണ്. വഹുവൽ ഖുർആനുൽ മജീദ്, വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുർആനാണത്. അന്നഹു ബിൽ ഹഖ് നസൽ, അത് സത്യവുമായിട്ടാണ്, സത്യസമേതമാണ് അവതരിച്ചിട്ടുള്ളത്. ഐ മുതളമ്മിനൻ ലിൽ ഹഖ്, സത്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വബിൽ ഹഖ് നസൽ, സത്യസമേതം അത് അവതരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാലായി വസല ഇലൈക യാ മുഹമ്മദു, നബിയെ അങ്ങയിലേക്ക് ഖുർആൻ എത്തിയിരിക്കുന്നത് മഹ്ഫൂദൻ മഹ്റൂസ, സുരക്ഷിതമായി കാവൽ നൽകപ്പെട്ട രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ളതല്ലാത്ത എന്തെങ്കിലും അതിലേക്ക് കലരുന്ന, കൂടിച്ചേരുന്ന ഒരവസ്ഥയുണ്ടായിട്ടില്ല. വലാ സീദ ഫീഹി വലാ നുഖ്സ മിൻഹു, ഖുർആനിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെടുകയോ അതിൽ നിന്ന് എന്തെങ്കിലും കുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ബൽ വസലയിലേക്ക് ബിൽ ഹഖ്, സത്യസമേതം തന്നെയാണ് ഖുർആൻ അങ്ങയിലേക്ക് അവതരിച്ചിട്ടുള്ളത്. കാരണം എന്താ? ആ ഖുർആനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളിലേക്ക് നിയോഗിച്ചത് ആരെയാണ്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാം ആരാ? അതിശക്തനായിട്ടുള്ള, വിശ്വസ്തനായിട്ടുള്ള, ഉന്നതമായ കേന്ദ്രങ്ങളിൽ ആദരിക്കപ്പെടുന്ന മഹാവ്യക്തിത്വമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ മാറ്റിയിട്ടുള്ളത്.
അതുകൊണ്ട് ആ ജിബിരിൽ അലൈഹിസ്സലാം ആണ് തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചു തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നതെങ്കിൽ ആ ഖുർആനിൽ മറ്റൊന്നും കലരാൻ ജിബിരിൽ അലൈഹിസ്സലാം ആരെയും അനുവദിച്ചിട്ടില്ല. അല്ലാഹു തആല ജിബിരിൽ അലൈഹിസ്സലാമിലേക്ക് കൈമാറിയ അതേപോലെ തന്നെ അല്ലാഹു തആല ജിബിരിൽ അലൈഹിസ്സലാം തങ്ങൾക്ക് അത് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഖുർആനിലുള്ളതെല്ലാം ശരി, എല്ലാം സത്യം, സത്യവുമായി ബന്ധപ്പെട്ടതല്ലാത്ത, അതായത് ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞതുപോലെ അതിന്റെ പുറകിലൂടെയോ മുന്നിലൂടെയോ ഒന്നും തന്നെ അസത്യം അതിലേക്ക് കടന്നുകൂടാത്ത വിധത്തിൽ 100% സംരക്ഷിക്കപ്പെട്ട നിലക്കാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. ആ ഖുർആൻ അല്ലാഹു അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടില്ല, തങ്ങളിലേക്ക് അത് എത്തുന്നതിലും യാതൊരു വിധത്തിലുള്ള കുറവും വന്നിട്ടില്ലാത്ത വിധം പരമപരിശുദ്ധമായ അവസ്ഥയിലാണ് ഖുർആനിന്റെ സ്ഥിതി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അല്ലാഹു തആല ഇവിടെ എന്ന് ചുരുക്കം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഖുർആനൻ ഫറഖ്നാഹു, ഖുർആനിനെ നാം പല ഘട്ടങ്ങളിലായി അവതരിപ്പിച്ചു. എന്തിനാണ് പല ഘട്ടങ്ങളിലാക്കി അവതരിപ്പിച്ചത്? ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ, സാവധാനം ജനങ്ങൾക്ക് തങ്ങൾ അത് ഓതിക്കൊടുക്കുന്നതിന് വേണ്ടി. വനസ്സൽനാഹു തൻസീല, അല്പാൽപമായി അവതരിപ്പിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദ് എന്ന അടിസ്ഥാന രേഖയിൽ നിന്ന് ആദ്യമായി ബൈത്തുൽ ഇസ്സ എന്ന ഒന്നാനാകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന സങ്കേതത്തിലേക്കും അവിടെ നിന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സാഹചര്യത്തിന്റെ തേട്ടമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് 23 കൊല്ലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പൊ ഖുർആനിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നിച്ച് ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. അതാണ് ഖുർആനം ഫറഖ്നാഹു എന്ന് പറഞ്ഞത്. പിന്നെ നസ്സൽനാഹു തൻസീല, അല്പാൽപമായി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വ്യത്യസ്ത ഘട്ടങ്ങളിലായി 23 കൊല്ലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തീർക്കുകയായിരുന്നു വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ആവശ്യമായത് അതാതു സമയത്ത് ജനങ്ങൾക്ക് സാവധാനം തങ്ങൾ ഓതിക്കൊടുക്കാനുള്ള സൗകര്യത്തിനാണ് ഒറ്റയടിക്ക് ഖുർആൻ ഒന്നിച്ച് അവതരിപ്പിക്കുന്നതിന് പകരം വ്യത്യസ്ത സമയത്തും സന്ദർഭത്തിലും ആവശ്യാനുസരണം വിശുദ്ധ ഖുർആനിന്റെ അവതരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കു മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകസമക്ഷം വിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോ ആ അവതരിച്ച ഖുർആനിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം അന്നും സംഭവിച്ചിട്ടില്ല, പിന്നീട് സംഭവിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചപ്പോഴും അതൊന്നും തന്നെ നടക്കാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അങ്ങേയറ്റത്തെ സംരക്ഷണത്തോടുകൂടെ അല്ലാഹു അവതരിപ്പിച്ചു. ഇത് ഖുർആനിന്റെ ദൈവികതയും ഖുർആനിന്റെ ആധികാരികതയും അരക്കിട്ടുറപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഖുർആൻ മുഖേന അല്ലാഹു തആല ലക്ഷ്യം വെച്ചത് എന്താ? മാലോകരുടെ മോക്ഷവും അതേപോലെ ക്ഷേമവും ജീവിത വിജയവും, രണ്ട് ലോകം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നൽകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ, തങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നത് നല്ല പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവരും മോശമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകുന്നവരും ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവിതം തികച്ചും മോണിച്ച് ചെയ്യപ്പെടുന്നുണ്ടെന്നും നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഓരോ സംഗതികളും പടച്ചവന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നുമുള്ള ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഒരു ലക്ഷ്യബോധമുള്ള കമ്മ്യൂണിറ്റിയായി അവർ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ കൽപ്പനകൾ, വിരോധങ്ങൾ, ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഖുർആൻ സാവകാശം ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുന്നു. ഒറ്റയടിക്ക് വിശദീകരണങ്ങൾ തീർക്കുന്ന അവസ്ഥയിലല്ല. 23 കൊല്ലം കൊണ്ട് അല്പാൽപമായി അത് വിശദീകരിക്കുമ്പോൾ
അത് കൃത്യമായിട്ടും പ്രബോധിത സമൂഹത്തിന് ഉൾക്കൊള്ളാനും ആ ഖുർആനിന്റെ മഹിതമായ സന്ദേശങ്ങൾ നെഞ്ചേറ്റാനുമുള്ള ഒരു സൗകര്യം അല്ലാഹു തആല ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി പല സന്ദർഭങ്ങളിലായി ഖുർആനിന്റെ അവതരണം നടന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് പ്രഖ്യാപനം നടന്നത് മുതൽ വഫാത്ത് വരെയുള്ള 23 കൊല്ലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യവസ്ഥാപിതവും ആസൂത്രിതവുമായിട്ടുള്ള ഒരു ശൈലി എന്ന രൂപത്തിൽ തന്നെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എല്ലാവർക്കും വ്യക്തമായി ഗ്രഹിക്കാനുള്ള സൗകര്യം അല്ലാഹു തആല ഒരുക്കിയിരിക്കുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ എന്നുമാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ആധികാരികത പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ, നിങ്ങൾ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുക. ഇത് എന്തും ചെയ്യാനുള്ള ഓപ്ഷനല്ല, മറിച്ച് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആ വിശ്വാസം കൊണ്ട് ഖുർആനിന് എന്തെങ്കിലും മാറ്റിക്കൂടാനോ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് ഖുർആൻ എന്തെങ്കിലും അപജയമോ കഷ്ടനഷ്ടങ്ങളോ വരാനോ ഇല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തുമുള്ള ജനങ്ങൾക്കിടയിൽ ആ ഖുർആനിന്റെ പ്രചരണവും ആ ഖുർആനിന്റെ ആധികാരികതയും ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമൊക്കെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോധമുള്ളവരും ഭാഗ്യമുള്ളവരും ചിന്താശേഷിയുള്ളവരും ഈ ഖുർആനിനെ എല്ലാ കാലത്തും നെഞ്ചേറ്റാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിഷേധാത്മകമായ നിലപാടുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയും ഒരു നെഗറ്റീവ് റെസ്പോണ്ടിന്റെ രീതിയിലേക്ക് നിങ്ങൾ തരം താഴുകയും ചെയ്താൽ അതിന്റെ ദുരിതം നിങ്ങൾ ഏറ്റെടുക്കുക എന്നല്ലാതെ അതുകൊണ്ട് ഖുർആനിന് എന്തെങ്കിലും പ്രത്യേകിച്ച് നഷ്ടമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള കുറവോ സംഭവിക്കുന്നില്ല. ആ അർത്ഥത്തിലാണ് ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ. നബിയെ തങ്ങൾ അവരോട് പറയുക, ഖുർആനിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന മുശ്രിക്കുകളോട് ഖുർആന്റെ ആധികാരികതയും അതിന്റെ ദൈവികതയും അതിന്റെ സത്യസന്ധതയും ആ ഖുർആനിലേക്ക് ഒന്നും തന്നെ അടിച്ചേൽപ്പിക്കാനുള്ള പുറത്തുനിന്നുള്ള ഇടപെടൽ നടത്താനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു അനുവദിക്കുകയില്ല എന്നതിന്റെ സുരക്ഷിതത്വത്തിന്റെ പവർ ഒന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത് നബി തങ്ങളോട് പറയാൻ, എന്ത് നിങ്ങളത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതിന്റെ വരും വരായികകൾ, അതിന്റെ കഷ്ടനഷ്ടങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ലാഭങ്ങൾ, സന്തോഷങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ അതിനോട് സ്വീകരിക്കുന്ന സമീപനം അനുസരിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഖുർആനിനൊരു കുറവുമില്ല. അതേപോലെ തന്നെ അത് അവതരിപ്പിക്കുന്ന, അത് വിശദീകരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള പോരായ്മകളും ഇല്ല. എന്തുകൊണ്ട്? ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുർആനിന് മുമ്പ് അറിവ് നൽകപ്പെട്ട ആളുകൾ, അഥവാ മുൻ വേദങ്ങളിൽ പരിജ്ഞാനമുണ്ടായിരുന്ന ആളുകൾ, ഇദാ യുത്ലാ അലൈഹിം, അവരുടെ മേലിൽ ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ, അവർ മുഖത്തിന്റെ മേൽ സാഷ്ടാംഗം ചെയ്യുന്നവരായി നിലത്ത് വീഴും. അതായത് മുഖം നിലത്ത് വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്ന രീതിയാണല്ലോ മുഖം നിലത്ത് കുത്തിയിട്ട് നെറ്റി നിലത്ത് വെച്ച് മൂക്ക് നിലത്ത് വെച്ച് സുജൂദ് ചെയ്യുന്ന രീതി അവർ സ്വീകരിക്കും. ഒരു സംവിധാനത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ താഴ്മയുടെ രീതിയും സ്വഭാവവുമാണല്ലോ സുജൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏറ്റവും അല്ലാഹുവിലേക്ക് ഒരു അടിമ അടുക്കുന്ന സമയം, അവന്റെ സാമീപ്യത്തിലേക്ക് കൂടുതൽ എത്താനുള്ള അവസരമുണ്ടാകുന്ന നേരം വഹുവ സാജിദുൻ, അവൻ സുജൂദ് ചെയ്യുന്ന നേരത്താണ്. അതായത് വിനയവും താഴ്മയും പ്രകടിപ്പിക്കുന്നതിന്റെ ബാഹ്യപ്രകടനങ്ങളിൽ ഏറ്റവും നല്ല രീതിയാണ് മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവം മുഖം തന്നെ നിലത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന് നമിക്കുക, അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ ഖുർആനിന്റെ ആശയങ്ങളും അതിന്റെ സന്തോഷങ്ങളും കേൾക്കുമ്പോൾ മുൻകാലത്ത് വേദം നൽകപ്പെട്ട, അറിവ് നൽകപ്പെട്ട ആളുകൾ തന്നെ ആ ഖുർആനിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിന്റെ അർത്ഥവ്യാപ്തിയും അതിന്റെ സത്യസന്ധതയും മനസ്സിലാക്കിക്കൊണ്ട് അവർ സുജൂദിൽ മുഖം കുത്തി വീഴുന്നു, സാഷ്ടാംഗം നമിക്കുന്നവരായി അവർ നിലത്ത് വീഴുന്നു. അത് ആ നിലത്ത് വീഴുന്നു എന്ന് മാത്രമല്ല, വയഖൂലൂൻ, അവർ പറയുകയും ചെയ്യും. എന്താ പറയാ? സുബ്ഹാന റബ്ബിന, ഞങ്ങളുടെ നാഥനായ അല്ലാഹു എത്ര പരിശുദ്ധൻ, ഇൻകാന ബഅദു റബ്ബിന ലമഫ്ഊല, നിശ്ചയം ഞങ്ങളുടെ നാഥന്റെ വാഗ്ദാനം അത് നടപ്പാക്കപ്പെടുന്നത്, നടപ്പിൽ വരുത്തപ്പെടുന്നത് തന്നെയാകുന്നു. അതായത്
ആ പൂർവ്വവേദങ്ങളിൽ ഖുർആനെ സംബന്ധിച്ചും അത് അവതരിപ്പിക്കപ്പെടുന്ന പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും അല്ലാഹു തആല ആധികാരികമായി നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ വിശദീകരിച്ച അവരുടെ ഗ്രന്ഥങ്ങളിൽ മാറ്റം വരുത്താത്ത, ആ ഗ്രന്ഥങ്ങളിൽ തിരുമറി നടത്താത്ത, ഒറിജിനലായിട്ടുള്ള തൗറാത്തും ഇഞ്ചീലും അത്തരം ഗ്രന്ഥങ്ങളൊക്കെ ഓതാനോ വായിക്കാനോ പഠിക്കാനോ അവസരം കിട്ടിയിട്ടുള്ള സൂക്ഷ്മാലുക്കളായ അക്കാലഘട്ടങ്ങളിലെ നല്ല മനുഷ്യർ, ആ നല്ല മനുഷ്യർക്ക് വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതോടുകൂടെ ആ ഖുർആനിനോടുള്ള ഇഷ്ടവും ബഹുമാനവും ആദരവും വർദ്ധിക്കുകയും അവരാ ഖുർആനിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പടച്ച തമ്പുരാന് നന്ദിയായി സുജൂദിൽ വീഴുകയും ചെയ്യുന്നു. എന്താണ് അവരങ്ങനെ ചെയ്യാൻ കാരണം? അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ നിബിതങ്ങളെ അള്ളാഹു അയക്കും, അവസാന കാലത്ത് പ്രവാചകർ വരാനുണ്ട് എന്നും അതോടൊപ്പം തന്നെ ആ പ്രവാചകർക്ക് അള്ളാഹു തആല പ്രത്യേകം ഗ്രന്ഥം നൽകുന്നുണ്ട് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അവർക്ക് കൊടുത്ത വാഗ്ദാനം അത് അള്ളാഹു തആല പാലിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഖുദ്റത്തിലുള്ള അവരുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. അള്ളാഹു തആല വാഗ്ദാനത്തിന് ലംഘനം കാണിക്കുകയില്ല എന്നവർക്ക് ബോധ്യപ്പെടുകയാണ്. ഇബ്നു കസീർ പറഞ്ഞതുപോലെ സുബ്ഹാന റബ്ബിന എന്നവർ പറയുന്നു, ഞങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു. ഐ തഅലീമൻ വ തൗഖീറൻ അലാ ഖുദ്റത്തിഹി തഅമ്മ, അള്ളാഹുവിന്റെ പൂർണ്ണമായ കഴിവ്, അവന്റെ പൂർണ്ണമായിട്ടുള്ള ശക്തി, അതിനോടുള്ള ബഹുമാനം കൊണ്ട് അവന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് എന്നു മാത്രമല്ല, ഇൻകാന വഅദു റബ്ബിന ലമഫ്ഊല, ഞങ്ങളുടെ നാഥന്റെ വാഗ്ദാനം നടപ്പിൽ വരുത്തപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ വഅന്നഹു ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു തആല വാഗ്ദാന ലംഘനം നടത്തില്ല എന്നാണ്. അല്ലദീ വഅദഹും അലാ അൽസിനത്തിൽ അംബിയാഇൽ മുതഖദ്ദിമീൻ, മുമ്പേ വന്ന നബിമാരുടെ നാവിലൂടെ അല്ലാഹു തആല ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അംബിഅസത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു തങ്ങളുടെ നിയോഗത്തെ സംബന്ധിച്ച്. അപ്പൊ ആ നിയോഗമുണ്ടാകും, ആ പ്രവാചകരുടെ ഒരു ഗ്രന്ഥം നൽകപ്പെടും എന്ന് പറഞ്ഞ ആ നിയോഗവുമുണ്ടായി, ആ പ്രവാചകർക്ക് ഗ്രന്ഥവുമുണ്ടായി. ആ ഗ്രന്ഥത്തിന്റെ അന്തസത്തയും അതിന്റെ അന്തസാരവും ഒക്കെ ഉൾക്കൊണ്ടപ്പോ അവർക്ക് വല്ലാത്ത രോമാഞ്ചമുണ്ടാകുന്നു. അപ്പോ ഈ ഗ്രന്ഥം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യസമേതം കാര്യങ്ങളെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്ന ചിന്താശേഷിയുള്ളവരൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് നിലത്ത് വീഴുന്നതും പരിശുദ്ധ ഖുർആന്റെ ശ്രവണം അത് കേൾക്കുന്നത് അവർക്ക് വിനയം വർദ്ധിപ്പിക്കുന്നതുമാണ്. അഥവാ വിശുദ്ധ ഖുർആനിലെ ചില ഭാഗങ്ങൾ കേൾക്കുമ്പോൾ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ആ സുജൂദ് ചെയ്യേണ്ട സ്ഥലത്ത് അവർ സുജൂദ് ചെയ്യും. ഇനി അല്ലാത്ത സുജൂദ് ചെയ്യേണ്ട ഭാഗം അല്ലാത്തടത്തും ഖുർആനിന്റെ ആശയങ്ങൾ, അതിന്റെ ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അവര് കരച്ചിൽ വന്നു പോകും അവർക്ക്. അതുകൊണ്ട് തന്നെ ഖുർആൻ കേൾക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഖുർആനിനെ വരവേൽക്കുന്ന രീതി, താഴ്മയോടുകൂടെയും സത്യവിശ്വാസത്തോടെയും ആ ഖുർആനിൽ ആ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ്, അത് അവതരിപ്പിക്കുന്ന നമുക്ക് വിശദീകരിച്ചു തരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന അർത്ഥത്തിൽ വിശ്വാസത്തിന്റെ വർധനവിന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും തന്നെ എന്തുണ്ടാക്കണം? ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കണം. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ലക്ഷണം പറയുന്നിടത്ത് വഇദാ തുത്ല അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ഖുർആനിന്റെ സന്ദേശങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ പറഞ്ഞ സംഗതി അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ പൂർവികരായിട്ടുള്ള വേദത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവർ റസൂലുള്ള വന്നപ്പോൾ റസൂലുള്ളാനെ കൊണ്ടുകൂടി വിശ്വസിക്കുന്നു. അങ്ങനെ 2 നബിമാരെ കൊണ്ട് വിശ്വസിച്ച്, 2 ഗ്രന്ഥങ്ങളെ കൊണ്ട് ശരിയായി വിശ്വസിച്ച് അതിനോടൊക്കെ നീതി പുലർത്താൻ സാധിച്ചതിന്റെ പേരിൽ വ്യത്യസ്ത പ്രതിഫലത്തിന് അർഹരായിട്ടുള്ള ആളുകൾ ആദ്യം പറഞ്ഞെടുത്ത് സുജൂദ് തന്നെ ചെയ്യുമെന്നാണ്. രണ്ടാമത് അവർ കരഞ്ഞുകൊണ്ട് നിലത്ത് വീഴുമെന്നാണ്. കരഞ്ഞുകൊണ്ട് നിലത്ത് വീഴാച്ചാൽ ആ ഖുർആൻ കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആധ്യാത്മികമായിട്ടുള്ള പ്രഭ അവരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ആത്മഹർഷത്തിന്റെ പരിവർത്തനത്തിന്റെ വല്ലാത്തൊരു അമ്പരപ്പിക്കുന്ന ശൈലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന സമയത്ത് അതിനോട് ഭക്തിസാന്ദ്രമായ വിധത്തിൽ അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതൊരു വല്ലാത്ത പരാജയമായിരിക്കും എന്നുകൂടി ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഒക്കെ പ്രത്യേകമായി വിശദീകരിച്ചത് നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിനെ അർഹമായ വിധത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.